പലപ്പോഴും കാർഡിയോളജിസ്റ്റുകൾ അവരുടെ രോഗികളോട് പറയും, നിങ്ങളുടെ അസുഖം ഒരു ടൈം ബോംബ് പോലെയാണ്, ഏത് സമയത്തും അത് പൊട്ടിത്തെറിക്കും, അത്രക്ക് ഡേഞ്ചറാണ്. പക്ഷേ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷണവും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. രോഗി ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഞങ്ങൾ കാർഡിയോളജിസ്റ്റുകൾ ചില അസുഖങ്ങളെ സഡൻ കാർഡിയാക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും. എന്ന് വെച്ചാൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാൻ സാധ്യതയുണ്ടാക്കുന്ന 3 അസുഖങ്ങൾ. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഈ 3 അസുഖങ്ങളും നമുക്കൊരു വാർണിംഗ് തരില്ല. പെട്ടെന്ന് ഒരു സെക്കൻഡിൽ നമ്മൾ കുഴഞ്ഞു വീണങ്ങ് മരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാർഡിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചാൽ ഉടനടി അതിലിടപെടും, അതിന് തക്കതായിട്ടുള്ള ചികിത്സ കൊടുക്കും, ഒരു സെക്കൻഡ് പോലും വൈകാതെ. ഇതിൽ ഒന്നാമത്തെ അവസ്ഥയാണ് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. ഈ ഒരു അവസ്ഥയിൽ ഹൃദയത്തിലെ മുകളിലെയും താഴത്തെയും അറകൾ തമ്മിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ മുകളിലെ അറയിൽ നിന്നും വരുന്ന മിടിപ്പ് താഴത്തെ അറയിലേക്ക് എത്താത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൃദയസ്തംഭനം പെട്ടെന്ന് സംഭവിക്കാം. ഇത് പലപ്പോഴും ഒരു മിന്നലടിക്കുന്ന പോലെയാണ്. ഒരു വാണിംഗ് പോലും തരാതെ കുഴഞ്ഞു വീണ് കണ്ണ് മുകളിലേക്ക് മറിഞ്ഞ് ആൾ മരണപ്പെടുകയാണ്. രണ്ടാമത്തെ അവസ്ഥ സിവിയർ അയോട്ടിക് സ്റ്റിനോസിസ്. ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാൽവ്, ഒരു വാതിൽ അടഞ്ഞിരിക്കുന്ന അവസ്ഥ. ഈ വാതിൽ തുറക്കേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തുറക്കാൻ പറ്റുന്നില്ല, വളരെ ടൈറ്റ് ആണ്. അത് കാരണം ഹൃദയത്തിൽ നിന്നും രക്തത്തിന് പുറത്തോട്ട് പോവാൻ വളരെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരികയാണ്. സാധാരണ വർക്ക് ചെയ്യുന്നതിനും 5 ഇരട്ടിയിലധികം അധ്വാനം ഹൃദയത്തിന് വരികയാണ്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ചിലപ്പോഴെങ്കിലും ഒരു വാണിംഗ് പോലും കിട്ടാതെ ഒരു സെക്കൻഡിൽ കുഴഞ്ഞു വീണുള്ള മരണം സംഭവിക്കാം, ഒരു ടൈം ബോംബ് പോലെ. മൂന്നാമത്തെ അവസ്ഥ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി ഡിസീസ്. ഹൃദയ രക്തധമനികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലെഫ്റ്റ് മെയിൻ. ഈ ഭാഗത്ത് പല ആളുകൾക്കും 90% ബ്ലോക്കുകൾ കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ആ ഭാഗത്ത് ചെറിയൊരു രക്തക്കട്ട വന്ന് അടിഞ്ഞാൽ ഹൃദയത്തിലെ എല്ലാ മാംസപേശികളിലേക്കുള്ള രക്തയോട്ടം അവിടെ നിലയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം അവിടെ സ്തംഭിക്കുന്നു, ആള് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഈ പറയുന്ന 3 അവസ്ഥകളുള്ള രോഗികളിൽ പലരും കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ ചെല്ലുമ്പോൾ ഒരു ലക്ഷണവും പലപ്പോഴും പറയാറില്ല, നെഞ്ചുവേദന ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കാർഡിയോളജിസ്റ്റ് ഈ അസുഖം കണ്ടെത്തി കഴിഞ്ഞ് ഇവരോടും ബന്ധുക്കളോടും അസുഖത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അവർ വിശ്വസിക്കില്ല, ഓപ്പറേഷന് തയ്യാറാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ ടൈം ബോംബ് എന്ന് ഡോക്ടർമാർ പറയുന്നത് പലതും ഒരു ഡ്രാമയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഇത് കൃത്യമായിട്ടും ഒരു ടൈം ബോംബ് പോലെ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ചില മെഡിക്കൽ കണ്ടീഷനുകളാണ്. നമ്മൾ ഡെയിലി ലൈഫ് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള മരണം നമ്മളെ തേടി പിടിക്കുക. ഈ അസുഖങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക.